ഹായ് ഫ്രണ്ട്സ്, ഫിറ്റർ ടെക്നിക് യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കഴിഞ്ഞ ക്ലാസ്സിൽ നാം റിവെറ്റിംഗ് ജോയിൻറ്റുകൾ, അതിൻ്റെ ടൈപ്പുകൾ, റിവെറ്റിംഗ് ജോയിൻറ്റിന് വരുന്ന ഡിഫക്റ്റുകൾ എന്നിവയെക്കുറിച്ച് മനസ്സിലാക്കി. എന്നാൽ ഇന്ന് നാം മനസ്സിലാക്കാൻ പോകുന്നത് പോപ്പ് റിവെറ്റ് അഥവാ ബ്ലൈൻഡ് റിവെറ്റിനെ കുറിച്ചാണ്. സാധാരണ റിവെറ്റിംഗ് ചെയ്യുന്ന സമയത്ത് നമ്മൾക്ക് സെക്കൻഡ് ഹെഡ് ഫോം അഥവാ ഫോമിംഗ് ഹെഡ് രൂപപ്പെടുത്തുന്നതിനായി റിവെറ്റ് ഹെഡിനെ സപ്പോർട്ട് ചെയ്യേണ്ട ആവശ്യമുണ്ട്. അത് എല്ലാ സമയത്തും എല്ലാ വർക്കുകൾക്കും പ്രായോഗികമല്ല. വളരെ സപ്പോർട്ടിംഗ് ഒന്നും ഇല്ലാതെ തന്നെ ഒരു റിവെറ്റിംഗ് എക്യുപ്മെൻറ്റ് ഉപയോഗിച്ച് സിമ്പിളായി ഏറ്റവും കുറഞ്ഞ സ്ഥലങ്ങളിൽ, അതായത് പരിമിതമായ സ്ഥലങ്ങളിൽ റിവെറ്റിംഗ് ജോയിൻറ്റ് ചെയ്യുന്ന രീതിയാണ് പോപ്പ് റിവെറ്റിംഗ് അഥവാ ബ്ലൈൻഡ് ഹോൾ റിവെറ്റിംഗ്. വലിയ സ്കില്ലോ അതേപോലെ തന്നെ സപ്പോർട്ടിങ്ങോ ആവശ്യമില്ലാതെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന രീതിയാണ് പോപ്പ് റിവെറ്റിംഗ് എന്നത്. ഇപ്പോൾ ഏറ്റവും കൂടുതലായി ഫാബ്രിക്കേഷൻ വർക്കുകൾക്കും മറ്റ് ഫർണിച്ചറുകൾ നിർമ്മിക്കാനും എല്ലാ കാര്യങ്ങൾക്കും ഏറ്റവും കൂടുതലായിട്ട് ഉപയോഗിക്കുന്ന റിവെറ്റിംഗ് സിസ്റ്റമാണ് ഇത്. ഡിഫറൻറ്റ് ടൈപ്പിലുള്ള പോപ്പ് റിവെറ്റിംഗ് എക്യുപ്മെൻറ്റ്സ് അവൈലബിൾ ആണ്. എന്താണ് പോപ്പ് റിവെറ്റിംഗ് എന്ന് നോക്കാം. എന്താണ് പോപ്പ് റിവെറ്റ് എന്ന് നോക്കാം. The pop riveting process not required skill of worker, supporting for forming head and more space, but required riveting equipment and special rivet. ബ്ലൈൻഡ് ഹോൾ അഥവാ പോപ്പ് റിവെറ്റ് എന്ന് പറയുന്നത് ഒരു എക്യുപ്മെൻറ്റിൻ്റെ സഹായത്തോടു കൂടി സ്പെഷ്യൽ ആയിട്ട് മെയ്ഡ് ചെയ്തിട്ടുള്ള റിവെറ്റുകൾ സപ്പോർട്ടിംഗ് ഇല്ലാതെ ചെയ്യുന്ന പ്രോസസ്സാണ്. അതിന് ആ വർക്ക് ചെയ്യുന്നതിനായിട്ട് ഒരു വർക്കർക്ക് സ്കിൽ ആവശ്യമില്ല. അതുപോലെ സെക്കൻഡ് ഹെഡ് ഫോം ചെയ്യാനായിട്ട് ഫസ്റ്റ് ഹെഡിനെ സപ്പോർട്ട് ചെയ്യുന്ന ടൂൾസ് ആവശ്യമില്ല. അതേപോലെ തന്നെ കൂടുതൽ സ്പേസും ആവശ്യമില്ലാതെ തന്നെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന പ്രോസസ്സാണ് പോപ്പ് റിവെറ്റിംഗ് പ്രോസസ്സ്. ഒരു പോപ്പ് റിവെറ്റിംഗ് എക്യുപ്മെൻറ്റിൻ്റെ ഫിഗർ കാണിച്ചിരിക്കുന്നു. അതേപോലെ തന്നെ പോപ്പ് റിവെറ്റ് കാണിച്ചിരിക്കുന്നു. അതിൻ്റെ ഭാഗങ്ങൾ ശ്രദ്ധിക്കുക. അതായത് ഇതിനൊരു സ്റ്റെമ്മ് അഥവാ ഒരു മാൻഡൽ എന്ന് പറഞ്ഞ ഭാഗമുണ്ട്. അടുത്ത ഫിഗറിൽ അത് നന്നായി കാണിച്ചിരിക്കുന്നു. ഫീച്ചേഴ്സ് ഓഫ് ബ്ലൈൻഡ് ഓർ പോപ്പ് റിവെറ്റ്. ബ്ലൈൻഡ് റിവെറ്റ് അഥവാ പോപ്പ് റിവെറ്റിൻ്റെ സവിശേഷതകൾ എന്തൊക്കെയെന്ന് നോക്കാം. ദിസ് റിവെറ്റ് designed to join sheets from one side only and give a simple process. It give a good appearance also. ഒരു പോപ്പ് റിവെറ്റിംഗ് ജോയിൻറ്റിൻ്റെ ഫിഗർ കാണിച്ചിരിക്കുന്നു. അതേപോലെ തന്നെ പോപ്പ് റിവെറ്റുകൾ കാണിച്ചിരിക്കുന്നു. പോപ്പ് റിവെറ്റ് ശ്രദ്ധിക്കുക, നമ്മൾ സാധാരണ റിവെറ്റിൽ നിന്നും വ്യത്യസ്തമായി പോപ്പ് റിവെറ്റിനൊരു സ്റ്റെമ്മ് എന്ന് പറഞ്ഞ ഭാഗമുണ്ട്. അതാണ് ആ നേരത്തെ ഡയമീറ്റർ കുറച്ച് കാണിച്ചിരിക്കുന്നത്. റിവെറ്റ് എന്ന് പറയുന്നത് ആ ഡയമീറ്റർ കൂടിയ ഭാഗമാണ്. റിവെറ്റിൻ്റെ ഓൾറെഡി ഉള്ള ഹെഡ് നമുക്ക് വ്യക്തമായിട്ട് കാണിച്ചിരിക്കുന്നു. അതേപോലെ ഈ സ്റ്റെമ്മ് അഥവാ മാൻഡൽ എന്ന് പറഞ്ഞ ഭാഗം റിവെറ്റിനുള്ളിലൂടെ കടന്നു പോകുന്ന കുറച്ച് ഹാർഡ്നെസ് കൂടിയ മെറ്റലുകൊണ്ട് നിർമ്മിച്ചിരിക്കുന്ന സാധനമാണ്. അതേപോലെ ആ സ്റ്റെമ്മിന് പ്രത്യേകമായിട്ട് ഒരു ഹെഡ് ഉണ്ട്. അത് അടുത്ത ഫിഗറിൽ വ്യക്തമായിട്ട് കാണിച്ചിരിക്കുന്നു. ആ റിവെറ്റിംഗ് ജോയിൻറ്റ് ശ്രദ്ധിക്കുക. വളരെ വൃത്തിയായിട്ടുള്ളൊരു റിവെറ്റിംഗ് ജോയിൻ്റാണ് നമുക്ക് പോപ്പ് റിവെറ്റ് ഉപയോഗിച്ചിട്ട് കിട്ടുക. ആ സ്റ്റെമ്മിൻ്റെ ഒരു ഭാഗമാണ് അതിൽ ബ്രേക്കായിട്ട് ആ റിവെറ്റ് ബോഡിയിൽ കാണിച്ചിരിക്കുന്നത്. ആ സ്റ്റെമ്മിൻ്റെ ഒരു ഭാഗം ബ്രേക്കായിട്ടാണ് നമ്മൾ റിവെറ്റിംഗ് പ്രോസസ്സ് നടക്കുന്നത്. അത് അടുത്ത ഫിഗറിൽ വ്യക്തമായിട്ട് കാണിച്ചിരിക്കുന്നു. പ്രോസസ് ഓഫ് പോപ്പ് റിവെറ്റിംഗ്. പോപ്പ് റിവെറ്റിൻ്റെ പ്രോസസ്സ് എങ്ങനെയെന്ന് നോക്കാം. സെലക്ട് കറക്റ്റ് സൈസ് റിവെറ്റ് ആൻഡ് ഡ്രിൽ ഹോൾ സ്യൂട്ടബിൾ ഫോർ ഇറ്റ്. നമ്മൾ പോപ്പ് റിവെറ്റ് ചെയ്യുന്ന സമയത്ത് അതിൻ്റെ ഡ്രിൽ ഹോളിൻ്റെ സൈസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതേപോലെ തന്നെ പോപ്പ് റിവെറ്റിൻ്റെ സൈസ്, നമ്മൾ ഷീറ്റുകളുടെ തിക്നെസ്സിന് അനുസരിച്ചിട്ടുള്ള ലെങ്ത്ത് ആണ് നമ്മൾ പോപ്പ് റിവെറ്റിന് കറക്റ്റായിട്ട് ചൂസ് ചെയ്യുന്നത്. അതേപോലെ
പോപ്പ് റിവറ്റ് നേരത്തെ പറഞ്ഞു ഒരു മാൻഡ്രിൽ അഥവാ ഒരു സ്റ്റെം എന്ന് പറഞ്ഞ ഭാഗമുണ്ട്. ദ മാൻഡ്രിൽ ടെയിൽ ഓർ സ്റ്റെം ഹോൾഡ് ബൈ റിവറ്റ് ഗണ്ണ്. നമ്മൾ ഫസ്റ്റ് ചെയ്യുന്നത് കറക്റ്റ് സൈസ് ആയിട്ടുള്ള റിവറ്റ് സെലക്ട് ചെയ്യുന്നു. അതിനുശേഷം അതിന് സ്യൂട്ടബിൾ ആയിട്ടുള്ള ഹോള് നമുക്ക് വേണ്ട ജോയിൻറ്റിൽ പ്രൊവൈഡ് ചെയ്യുന്നു. അതിനുശേഷം മാൻഡ്രില് അഥവാ സ്റ്റെം എന്ന് പറഞ്ഞ ഭാഗം നമ്മൾ റിവറ്റിംഗ് എക്യുപ്മെൻറ്റിൽ ഹോൾഡ് ചെയ്യുന്നു. ഇൻസേർട്ട് ദ റിവറ്റ് ബോഡി ഇൻ ടു ദി ഹോൾ. റിവറ്റ് ബോഡി നമ്മൾ ഹോളിൽ ഇൻസേർട്ട് ചെയ്യുന്നു. നെക്സ്റ്റ് സ്ക്യൂസ് ദ ഹാൻഡിൽ ഓഫ് റിവറ്റർ കണ്ടിന്യൂസ്ലി. സ്ക്യൂസ് എന്ന് പറഞ്ഞാൽ അത് പ്രസ് ചെയ്യുന്ന രീതിയാണ്. സ്ക്യൂസ് എന്ന് പറഞ്ഞാൽ പിഴിയുക എന്നുള്ള അർത്ഥമാണ്. അതേപോലെ പ്രസ് ചെയ്യുന്നതിന് പറയുന്ന പേരാണ് സ്ക്യൂസ്. ദ ഹാൻഡിൽ ഓഫ് റിവറ്റർ കണ്ടിന്യൂസ്ലി. സ്ക്യൂസ് നമ്മൾ ഒരു ജാക്കൊക്കെ നമ്മൾ വർക്ക് ചെയ്യുന്ന സമയത്ത് എങ്ങനെയാണോ യൂസ് ചെയ്യുന്നത്, കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ ഹാൻഡിൽ സ്ക്യൂസ് ചെയ്യുന്നു. അതേപോലെ തന്നെ റിവറ്റിംഗ് എക്യുപ്മെൻറ്റിൻ്റെ ഹാൻഡിൽ സ്ക്യൂസ് ചെയ്യുന്നു. ദ പുള്ളിങ് ഓഫ് മാൻഡ്രിൽ ഹെഡ് മേക്ക് റിവറ്റ് ഹെഡ്. നമ്മൾ റിവറ്റിംഗ് എക്യുപ്മെൻറ്റിൻ്റെ ഹാൻഡിൽ സ്ക്യൂസ് ചെയ്യുന്ന സമയത്ത് ആ മാൻഡ്രിലിനെ അത് പുറകോട്ട് വലിക്കുകയാണ് ചെയ്യുന്നത്. മാൻഡ്രിലിനെ പുറകോട്ട് വലിക്കുന്ന സമയത്ത് ഓൾറെഡി മാൻഡ്രിൽ ഹെഡ് എന്ന് പറഞ്ഞൊരു ഭാഗമുണ്ട്. ആ മാൻഡ്രിൽ ഹെഡ് കുറച്ച് ഡയമീറ്റർ കൂടിയിട്ടിരിക്കുന്ന ഭാഗമാണ് ഫിഗറിൽ വ്യക്തമായിട്ട് കാണിച്ചിരിക്കുന്നത്. ആ മാൻഡ്രിൽ ഹെഡ് കുറച്ച് ഡയമീറ്റർ കൂടിയതുകൊണ്ട് തന്നെ ആ മാൻഡ്രിൽ ഹെഡ് നമ്മളെ റിവറ്റിൻ്റെ ഹോളിലൂടെ പുറകിലേക്ക് വരുന്നില്ല. പകരം അത് റിവറ്റിൻ്റെ ആ ഭാഗത്തിന് ഡയമീറ്റർ കൂടാൻ വേണ്ടി സഹായിക്കുന്നു. റിവറ്റ് എന്ന് പറയുന്നത് നമുക്കറിയാം സോഫ്റ്റ് മെറ്റലായിരിക്കും. എന്നാൽ മാൻഡ്രിൽ എന്ന് പറയുന്നത് കുറച്ച് ഹാർഡായിട്ടുള്ള മെറ്റലാണ്. ആ മാൻഡ്രിലിൻ്റെ ഹെഡ് സോഫ്റ്റ് ആയിട്ടുള്ള റിവറ്റിൻ്റെ ആ ഭാഗത്ത് ഹെഡ് ഫോം ചെയ്യാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അത് കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ പുറകോട്ട് വലിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അവിടെ ഒരു റിവറ്റ് ഹെഡ് ഫോം ചെയ്യുകയും ഒരു പ്രത്യേക പ്രഷറിലെത്തുന്ന സമയത്ത്, അതായത് നമുക്ക് വേണ്ട ജോയിൻ്റ് മാക്സിമം അടുത്ത് കഴിഞ്ഞതിന് ശേഷം ആ ഫോം ചെയ്ത ഹെഡിൻ്റെ അവിടെ ഹെഡിന് കുറച്ച് താഴെ വെച്ചിട്ട് മാൻഡ്രിൽ പൊട്ടിപ്പോവുകയാണ് ചെയ്യുന്നത്. ദ പുള്ളിങ് ഓഫ് മാൻഡ്രിൽ ഹെഡ് മേക്ക് റിവറ്റ് ഹെഡ് ആൻഡ് വൈൽ ഇറ്റ് എ പെർട്ടിക്കുലർ ടൈറ്റ്. ഒരു പ്രത്യേക ടൈറ്റിൽ എത്തുന്ന സമയത്ത് ദ സ്റ്റെം ബ്രേക്ക് ജോയിൻ്റ് ഫിക്സഡ്. ഒരു പ്രത്യേക പ്രഷറിലെത്തുന്ന സമയത്ത് അഥവാ ടൈറ്റിലെത്തുന്ന സമയത്ത് സ്റ്റെം ബ്രേക്ക് ആവുകയും ഹെഡ് അവിടെ ഫോം ചെയ്യുകയും ചെയ്യുന്നു. ഇത് പല രീതിയിലുള്ള റിവറ്റുകളുണ്ട്. അതിനെപ്പറ്റി അടുത്ത സെഷനിൽ മനസ്സിലാക്കാം. ആ ഫിഗറുകൾ ശ്രദ്ധിക്കുക. ഒരു ബ്ലൈൻഡ് റിവറ്റിനെ കാണിച്ചിരിക്കുന്നു. അതുപോലെ തന്നെ പോപ്പ് റിവറ്റ് ഉപയോഗിച്ചുകൊണ്ട് ചെയ്തിരിക്കുന്ന കുറേ ജോയിൻസ് കാണിച്ചിരിക്കുന്നു. നെക്സ്റ്റ് ടൈപ്സ് ഓഫ് പോപ്പ് റിവറ്റേഴ്സ്. പല ടൈപ്പിലുള്ള പോപ്പ് റിവറ്റുകൾ അവൈലബിൾ ആണ്. അതിൻ്റെ ചില ടൈപ്പുകൾ നമ്മൾ ഫിഗറിൽ കാണിച്ചിരിക്കുന്നു. ഫസ്റ്റ് വരുന്നതാണ് ബ്ലൈൻഡ് റിവറ്റ് പ്ലെയർ. ഏറ്റവും സിമ്പിളായിട്ട് ചെയ്യുന്ന, അധികം പ്രഷറൊന്നും ഇല്ലാതെ തന്നെ ചെയ്യുന്ന ഒരു റിവറ്ററാണ് ബ്ലൈൻഡ് റിവറ്റ് പ്ലെയർ. നമ്മൾ പ്ലെയറൊക്കെ ഹോൾഡ് ചെയ്യുന്ന അതേപോലെ തന്നെ അതിനെ ഹോൾഡ് ചെയ്യാൻ പറ്റും. രണ്ടാമത് വരുന്നതാണ് ലേസി ടോങ്സ്. ഇത് നമ്മൾ വളരെ കൂടുതൽ പ്രഷർ വരുന്ന സ്ഥലങ്ങളിൽ, നമ്മൾ ജോയിൻറ്റിന് കൂടുതൽ ടൈറ്റ് വേണ്ട സ്ഥലങ്ങളിലാണ് ലേസി ടോങ്സ് ഉപയോഗിക്കുന്നത്. അതിൻ്റെ കൈ പിടിക്കാൻ വേണ്ടിയിട്ടൊരു ഹാൻഡിൽ ഭാഗം കാണിച്ചിരിക്കുന്നു. അതുപോലെ അതിൻ്റെ പറ്റി ലേസി ടോങ്സ് എന്ന് പറഞ്ഞിട്ടൊരു ചാപ്റ്റർ തന്നെ നമുക്ക് അടുത്തതായിട്ട് മനസ്സിലാക്കാനുണ്ട്. അതപ്പോൾ വ്യക്തമായിട്ട് പറയാം. നെക്സ്റ്റ് വരുന്നതാണ് ലിവർ ഹാൻഡ് ടൂൾസ്. ലിവർ ടൈപ്പ്, അത് താഴോട്ട് പ്രസ് ചെയ്യുന്ന ടൈപ്പിലുള്ള പോപ്പ് റിവറ്റിംഗ് എക്യുപ്മെൻ്റാണ് ലിവർ ഹാൻഡ് ടൂൾസ്. നെക്സ്റ്റ് വരുന്നതാണ് ന്യൂമാറ്റിക് ആൻഡ് ഹൈഡ്രോളിക് സെമി ഓട്ടോമാറ്റിക് ഫാസ്റ്റനേഴ്സ്. എയർ പ്രഷർ ഉപയോഗിച്ചിട്ട് നമ്മൾ ചെയ്യുന്ന വർക്കുകളെയാണ് നമ്മൾ ന്യൂമാറ്റിക് എന്ന് പറയുന്നത്. ഓയിൽ പ്രഷർ ഉപയോഗിച്ചിട്ട് ചെയ്യുന്ന വർക്കുകളെയാണ് ഹൈഡ്രോളിക് എന്ന് പറയുന്നത്. ഈ രണ്ട് പ്രഷർ ഉപയോഗിച്ചിട്ട് ചെയ്യുന്ന പോപ്പ് റിവറ്റിംഗ് എക്യുപ്മെൻറ്റ്സ് ആണ് രണ്ട് ഫിഗറിലായിട്ട് കാണിച്ചിരിക്കുന്നത്. അതിൻ്റെ ഭാഗങ്ങൾ ശ്രദ്ധിക്കുക. അതേപോലെ തന്നെ അത് യൂസ് ചെയ്യുന്നത് നമുക്ക് ഇലക്ട്രിക് പവർ ഇല്ലാത്ത സ്ഥലങ്ങളിൽ അഥവാ ഹാൻഡ് പ്രഷർ നമ്മൾ വളരെ കുറച്ച് ഉപയോഗിക്കുന്ന സ്ഥലങ്ങളിലാണ് നമ്മൾ ന്യൂമാറ്റിക് അഥവാ ഹൈഡ്രോളിക് പ്രഷർ. ഹൈ പ്രഷറിൽ നമുക്ക് വർക്ക് ചെയ്യാൻ പറ്റും. അതേപോലെ തന്നെ ഹാൻഡ് പ്രഷറിനെ അപേക്ഷിച്ച് എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന രീതിയാണ് ഈ എക്യുപ്മെൻറ്റുള്ളത്. പക്ഷേ ഇത്
കുറച്ച് കോസ്റ്റ്ലി ആയിട്ടുള്ള എക്യുപ്മെൻ്റ് ആണെന്ന് മാത്രം. പോപ്പ് റിവറ്റിംഗ് എക്യുപ്മെൻറ്റ്സ് ഏതൊക്കെ ടൈപ്പിലാണെന്നുള്ളത് നമ്മൾ മനസ്സിലാക്കി. എന്നാൽ പോപ്പ് റിവറ്റുകൾ എത്ര ടൈപ്പിലുണ്ട് എന്നുള്ളത് നോക്കാം. വളരെ വെറൈറ്റി ടൈപ്പിലുള്ള പോപ്പ് റിവറ്റുകൾ അവൈലബിൾ ആണ്. സാധാരണയായിട്ടൊരു 7 ടൈപ്പിലുള്ള പോപ്പ് റിവറ്റുകളാണ് ഉള്ളത്. അവ ഏതൊക്കെയെന്ന് നോക്കാം. ഫസ്റ്റ് വരുന്നതാണ് പ്ലഗ്ഡ് ബ്രേക്ക് സ്റ്റെമ്മ്. ആഫ്റ്റർ റിവറ്റിംഗ് മാൻഡ്രൽ ഹെഡ് ലീവിങ് ഇൻ ഫോംഡ് ഹെഡ് ഓഫ് റിവറ്റ്. നമ്മൾ പറഞ്ഞു മാൻഡ്രൽ പുറകോട്ട് വലിയുന്ന സമയത്ത് അല്ലെങ്കിൽ വിഡ്രോ ചെയ്യുന്ന സമയത്താണ് നമ്മൾക്ക് സെക്കൻഡ് ഹെഡ് ഫോം ചെയ്യുന്നത്. ആ ഹെഡ് ഫോം ചെയ്ത് കഴിഞ്ഞതിന് ശേഷം മാൻഡ്രൽ ഹെഡ് റിവറ്റിൻ്റെ ഉള്ളിൽ തന്നെ ഉൾപ്പെട്ടിരിക്കുന്ന രീതിയിലുള്ള റിവറ്റിനെയാണ് നമ്മൾ പ്ലഗ്ഡ് ബ്രേക്ക് സ്റ്റെം എന്ന് പറയുന്നത്. രണ്ടാമത് വരുന്നതാണ് ഓപ്പൺ ബ്രേക്ക് സ്റ്റെമ്മ്. ഇത് ആണെങ്കിൽ നേരെ മറിച്ച് നമ്മൾ മാൻഡ്രലിൽ ആ റിവറ്റിങ്ങിന് ശേഷം വിഡ്രോ ഫുള്ളായിട്ട് റിവറ്റിൻ്റെ ഉള്ളിൽ നിന്ന് ഇളകി പോകുന്നതിന് ശേഷം താഴോട്ട് വീഴുന്ന ടൈപ്പിലുള്ള പോപ്പ് റിവറ്റാണ് ഓപ്പൺ ബ്രേക്ക് സ്റ്റെമ്മ്. അതിൻ്റെ ഫിഗർ കാണിച്ചിരിക്കുന്നു. അതുപോലെ പ്ലഗ്ഡ് ബ്രേക്ക് സ്റ്റെമ്മിൻ്റെ ബ്രേക്ക് ടൈപ്പിൻ്റെ ഫിഗറും കാണിച്ചിരിക്കുന്നു. അത് തമ്മിലുള്ള വ്യത്യാസം ആദ്യത്തേതിൽ പ്ലഗ്ഡ് ബ്രേക്ക് ടൈപ്പിലാണെങ്കിൽ അതിൽ മാൻഡ്രൽ ഹെഡ് അതിൽ പ്രത്യേകമായിട്ട് കാണിച്ചിട്ടുണ്ട്. മറ്റ് രണ്ടാമത് വരുന്ന ഓപ്പൺ ബ്രേക്കിലാണെങ്കിൽ അത് മാൻഡ്രൽ ഹെഡ് ഇല്ല, അത് കോറ് ഫുള്ള് ഹോളോ ആയിട്ട് തന്നെ കാണിച്ചിരിക്കുന്നത്. മൂന്നാമത് വരുന്ന പോപ്പ് റിവറ്റാണ് സീൽഡ് പോപ്പ് റിവറ്റ്. അതിൻ്റെ ഫിഗർ കാണിച്ചിരിക്കുന്നത്. സീൽഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻഡ് ക്ലോസ് ആയിട്ടിരിക്കുന്ന റിവറ്റിനെയാണ് നമ്മൾ സീൽഡ് പോപ്പ് റിവറ്റ് എന്ന് പറയുന്നത്. ഹോളോ കോർഡ് വിത്ത് എ ക്ലോസ്ഡ് എൻഡ് ബോഡി. ദീസ് ആർ യൂസ്ഡ് ടു വാട്ടർ ഓർ പ്രഷർ ടൈറ്റ് റിവറ്റ് ജോയിനിങ്. വാട്ടർ അല്ലെങ്കിൽ പ്രഷർ ടൈറ്റ് ആയിട്ടുള്ള റിവറ്റ് ജോയിനിങ് ചെയ്യേണ്ട സ്ഥലങ്ങളിലാണ് നമ്മൾ സീൽഡ് പോപ്പ് റിവറ്റ് ചെയ്യുന്നത്. ഓക്കെ, അടുത്തതായി വരുന്ന പോപ്പ് റിവറ്റ് ടൈപ്പാണ് എക്സ്റ്റേണലി ത്രെഡഡ് ബ്ലൈൻഡ് റിവറ്റ്. അതിൻ്റെ ഫിഗേഴ്സ് കാണിച്ചിരിക്കുന്നു. അതുപോലെ അത് ഉപയോഗിച്ച് ചെയ്തിരിക്കുന്ന ഒരു ജോയിൻ്റ് കാണിച്ചിരിക്കുന്നു. ദിസ് റിവറ്റ് ഈസ് എ കോമ്പിനേഷൻ ഓഫ് മെട്രിക് സ്ക്രൂ ത്രെഡ് ആൻഡ് റിവറ്റ്. മെട്രിക് സ്ക്രൂ ത്രെഡും അതേപോലെ റിവറ്റും കൂടെ കൂടിയിരിക്കുന്ന ഒരു ഷേപ്പിലുള്ള റിവറ്റാണ് എക്സ്റ്റേണലി ത്രെഡഡ് ബ്ലൈൻഡ് റിവറ്റ്. അത് നമ്മൾ ഉപയോഗിക്കുന്നത് വളരെ ടൈറ്റായിട്ടുള്ള ജോയിൻറ്റുകൾ റിജിഡായിട്ട് ഹോൾഡിംഗ് പവറോട് കൂടി ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ആഫ്റ്റർ ഇൻസേർട്ട് റിവറ്റ് അറ്റ് ഫസ്റ്റ് ജോയിനിങ് ഷീറ്റ്, സെക്കൻഡ് ഷീറ്റ് വിച്ച് പ്രൊവൈഡ് എൻലാർജ്ഡ് ഹോള്. രണ്ടാമത്തെ ഷീറ്റിൽ ഹോള് എൻലാർജ് ചെയ്തിട്ടുള്ള ആണ് അതിൽ സ്ക്രൂ ത്രെഡ് നമ്മൾ ഇൻസേർട്ട് ചെയ്യുന്നത്. ആൻഡ് യൂസ് എ നെറ്റ് ടു ഫിക്സ് 2 ഷീറ്റ്സ് ടുഗദർ. 2 ഷീറ്റുകളും ഒരുമിച്ച് ചേർക്കാൻ വേണ്ടിയിട്ട് ആ മെട്രിക് ത്രെഡിൻ്റെ കൂടെ ഒരു നെറ്റ് യൂസ് ചെയ്തിട്ട് ടൈറ്റ് ചെയ്യുന്നു. ഫസ്റ്റ് ഷീറ്റിൽ റിവറ്റിൻ്റെ ഡയമീറ്ററിനനുസരിച്ചിട്ടുള്ള ഹോൾ പ്രൊവൈഡ് ചെയ്യുന്നു. അതേപോലെ സെക്കൻഡ് ഷീറ്റിൽ ത്രെഡിൻ്റെ പോർഷൻ്റെ ഡയമീറ്ററിനനുസരിച്ചിട്ടുള്ള ഹോൾ പ്രൊവൈഡ് ചെയ്യുന്നു. അതിനുശേഷം റിവറ്റ് ഇൻസേർട്ട് ചെയ്തിട്ട് നെറ്റ് ഇട്ടിട്ട് ടൈറ്റ് ചെയ്യുന്നു. അങ്ങനെയാണ് വളരെ റിജിഡായിട്ടുള്ള ഹോൾഡിംഗ് പവറുള്ള എക്സ്റ്റേണലി ത്രെഡഡ് ബ്ലൈൻഡ് റിവറ്റ് ഉപയോഗിച്ചിട്ട് നമ്മൾ മെറ്റൽ ഷീറ്റുകൾ ജോയിൻ ചെയ്യുന്നത്. അടുത്തതായി വരുന്ന പോപ്പ് റിവറ്റാണ് കൊളാപ്സിബിൾ ഷാങ്ക് പോപ്പ് റിവറ്റ്. കൊളാപ്സിബിൾ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം മടക്കാവുന്ന തരത്തിലുള്ള എന്നുള്ള മീനിങ്. അതായത് നമ്മൾ കൊളാപ്സിബിൾ ഗേറ്റൊക്കെ നമ്മൾ കാണുന്നുണ്ട്. മടക്കാവുന്ന രീതിയിലുള്ള അതേ ടൈപ്പിൽ മടക്കാവുന്ന രീതിയിലുള്ള പോപ്പ് റിവറ്റിനാണ് നമ്മൾ കൊളാപ്സിബിൾ എന്ന് പറയുന്നത്. അതിൻ്റെ പ്രത്യേകത ശ്രദ്ധിക്കാം. ദ ഷാങ്ക് ഓഫ് ദിസ് റിവറ്റ് ഫോം 3 സെഗ്മെൻറ്റ്. 3 സെഗ്മെൻ്റായിട്ട് അതിൻ്റെ ഷാങ്ക് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ഉള്ളിൽ സ്ലോട്ടുകൾ പ്രൊവൈഡ് ചെയ്തിട്ടാണ് ആ സെഗ്മെൻ്റായിട്ട് രൂപപ്പെടുത്തിയിരിക്കുന്നത്. അതിൻ്റെ 2 ഫിഗേഴ്സ് കാണിച്ചിരിക്കുന്നു. ഒരു ഫിഗറിൽ കൊളാപ്സിബിൾ റിവറ്റിൻ്റെ സൈസും ഷേപ്പും കാണിച്ചിരിക്കുന്നു. രണ്ടാമത്തേതിൽ കൊളാപ്സിബിൾ റിവറ്റ് ഉപയോഗിച്ച് നമ്മൾ ഒരു ജോയിൻ്റ് ഫിക്സ് ചെയ്തിരിക്കുന്നത് കാണിച്ചിരിക്കുന്നു. വൈൽ ഫിക്സിങ് റിവറ്റ് സ്പ്രെഡ് ദിസ് സെഗ്മെൻറ്റ് ക്ലാമ്പ് അപ്പ് ലോഡ് ഓവർ വൈഡ് ഏരിയ. കൂടുതൽ ഏരിയകളിൽ
നമ്മൾ വാഷറൊക്കെ ഉപയോഗിക്കുന്ന പോലെ കൂടുതൽ ഏരിയയിലേക്ക് ലോഡ് ടൈറ്റിങ് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ കൊളാപ്സിബിൾ ഷാങ്ക് പോപ്പ് റിവറ്റ് ഉപയോഗിക്കുന്നത്. ദിസ് റിവറ്റ് ഈസ് സൂട്ടബിൾ ഫോർ ബിഗ്ഗർ സൈസ് ഹോൾ. വലിയ സൈസിലുള്ള ഹോൾസിന് നമുക്ക് കൂടുതൽ ഏരിയയിൽ ഹോൾഡിംഗ് പവർ കിട്ടാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന പോപ്പ് റിവറ്റാണ് കൊളാപ്സിബിൾ ഷാങ്ക് പോപ്പ് റിവറ്റ്. ബിഗ്ഗർ സൈസ് ഹോള് ആൾസോ വെയർ ടു പ്രിവെൻറ്റ് ഔട്ട് ഇൻ സോഫ്റ്റ് മെറ്റീരിയൽസ്. സോഫ്റ്റ് മെറ്റീരിയൽ ആവുന്ന സമയത്ത് നമ്മൾ ലോഡ് കുറഞ്ഞ ഏരിയയിലാകുമ്പോൾ അത് ഡാമേജ് ആവാനുള്ള ചാൻസ് ഉണ്ട്. അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടും നമ്മൾ കൊളാപ്സിബിൾ ഷാങ്ക് പോപ്പ് റിവറ്റ് യൂസ് ചെയ്യുന്നു. ഫിഗേഴ്സ് ശ്രദ്ധിക്കുക. നെക്സ്റ്റ് വരുന്നതാണ് ഫ്ലഷ് ബ്രേക്ക് ഹൈ സ്ട്രെങ്ത് ബ്ലൈൻഡ് റിവറ്റ്. ഇത് ഡയമീറ്റർ കൂടിയ റിവറ്റുകളാണ് ഈ ടൈപ്പിൽ വരുന്നത്. ഫ്ലഷ് എന്ന് പറഞ്ഞാൽ ഇമ്മീഡിയറ്റ് ഫോഴ്സ് എന്ന അർത്ഥമാണ്. ദിസ് റിവറ്റ് ഹാസ് മാൻഡ്രൻ ഓഫ് 3 mm to 6 mm ഡയമീറ്റർ. അതായത് നമ്മൾ സാധാരണ പോപ്പ് റിവറ്റുകളൊക്കെ 2.5 mm അതുപോലെ 3 mm ഒക്കെ ഡയമീറ്ററിലേ വരുന്നുള്ളൂ. എന്നാൽ ഫ്ലഷ് ബ്രേക്ക് ഹൈ സ്ട്രെങ്ത് ബ്ലൈൻഡ് ആണെങ്കിൽ അത് 6 mm ഡയമീറ്റർ ഉള്ളത് വരെ അവൈലബിൾ ആണ്. ദാറ്റ് ബ്രേക്സ് ഓഫ് ഫ്ലഷ്ഡ് ഇമ്മീഡിയറ്റ് ഫോഴ്സ് ഓൺ ടോപ്പ്. പെട്ടെന്ന് വരുന്ന ഫോഴ്സ് കൊണ്ട് ബ്രേക്ക് ആവുന്ന റിവറ്റിനെയാണ് നമ്മൾ ഫ്ലഷ് ബ്രേക്ക് ഹൈ സ്ട്രെങ്ത് ബ്ലൈൻഡ് റിവറ്റ് എന്ന് പറയുന്നത്. കോണിക്കലായിട്ടാണ് അതിൻ്റെ ഹെഡ് ഫോം ചെയ്യുന്നത്. അടുത്തതായി വരുന്ന അല്ലെങ്കിൽ അവസാനമായി വരുന്ന പോപ്പ് റിവറ്ററാണ് ഡ്രൈവ് പിൻ റിവറ്റ്. ഇതിൽ ഒരു പിന്നുണ്ട്. ആ പിന്ന് ഉപയോഗിച്ചിട്ട് സ്പ്ലിറ്റായിരിക്കുന്ന റിവറ്റ് ബോഡിയെ ഹെഡ് ഫോം ചെയ്യിക്കുകയാണ് ചെയ്യുന്നത്. അതിൻ്റെ ഫിഗർ കാണിച്ചിരിക്കുന്നു. ഒരു ഡ്രൈ പിന്ന് റിവറ്റിൻ്റെയും അതേപോലെ തന്നെ ഡ്രൈ പിൻ റിവറ്റ് അസംബ്ലിങ് ചെയ്യുന്ന സമയത്ത് എന്താണ് അതിൻ്റെ ഫോമിൽ വരുന്ന ചേഞ്ച് എന്നുള്ളതും കാണിക്കുന്ന 2 ഫിഗേഴ്സ് കാണിച്ചിരിക്കുന്നു. ദിസ് ഹാവ് എ ഹോളോ ബോഡി ആൻഡ് എ ഹൈ ടെൻഷൻ ക്ലോവ് പിന്ന്. ഹൈ ടെൻഷൻ ഉള്ള ക്ലോവ് പിന്നാണ് അതിൽ ഇൻസേർട്ട് ചെയ്തിരിക്കുന്നത്. ദ പിൻ പ്രൊജക്റ്റ് ഫ്രം റിവറ്റ് ഹെഡ്. റിവറ്റ് ഹെഡിൻ്റെ അകത്ത് പിന്നെ പുറത്തേക്ക് പ്രൊജക്റ്റ് ചെയ്തിരിക്കുന്നത്. ആ പ്രൊജക്റ്റ് ചെയ്തിരിക്കുന്ന പിന്നിൻ്റെ ഹെഡിൽ നമുക്ക് ഹാമർ സ്ട്രൈക്ക് ചെയ്യാൻ പറ്റും. അതേപോലെ തന്നെ അതിൻ്റെ സ്റ്റെമ്മുള്ള ടൈപ്പാണെങ്കിൽ നമുക്ക് പോപ്പ് റിവറ്റർ ഉപയോഗിച്ചിട്ട് ഫിക്സ് ചെയ്യാനും പറ്റും. ഇറ്റ് ഈസ് ഫിക്സ്ഡ് ബൈ പോപ്പ് റിവറ്റർ ഓർ ഹാമർ ബ്ലോ ഫോഴ്സസ് ടു ദി പ്രിപ്പയർഡ് ഹോൾ. ദ പിൻ എക്സ്പാൻഡ്സ് ദ റിവറ്റ് ഫോമിങ് ഹെഡ്. പിന്നെ എക്സ്പാൻഡ് ചെയ്യുന്ന സമയത്ത് റിവറ്റിൻ്റെ ഹെഡ് ഫോം ചെയ്യുന്നു. ഓക്കെ, ഇന്ന് നമ്മൾ പോപ്പ് റിവറ്റിംഗ് അഥവാ ബ്ലൈൻഡ് റിവറ്റിംഗ് എന്താണ്, അതുപോലെ പോപ്പ് റിവറ്റിങ്ങിന് ഉപയോഗിക്കുന്ന എക്യുപ്മെൻറ്റ്സ് ഏതൊക്കെ ടൈപ്പിലുള്ളതാണ്, അതുപോലെ പോപ്പ് റിവറ്റിംഗ് അഥവാ ബ്ലൈൻഡ് റിവറ്റിങ്ങിന് ഉപയോഗിക്കുന്ന റിവറ്റ്സിൻ്റെ ടൈപ്പുകൾ എന്തൊക്കെയാണ്, അതിൻ്റെ സവിശേഷതകൾ എന്തൊക്കെയാണ്, അതിൻ്റെ അഡ്വാൻറ്റേജസ് എന്തൊക്കെയാണ് എന്നൊക്കെ മനസ്സിലാക്കി. അടുത്ത ക്ലാസ്സിൽ നമ്മൾ റിവറ്റിംഗ് സപ്പോർട്ടിംഗ് ടൂൾസിനെ കുറിച്ചാണ് മനസ്സിലാക്കാൻ പോകുന്നത്. ഓക്കെ, താങ്ക് യു.